നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ ചാനലിൽ ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ ഒരു HP ടോയ്സിൻ്റെ R1011 എന്ന മോഡൽ ഒരു RC ക്രോളറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ആ ക്രോളർ. എൻ്റെ ചാനലിലെ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ വീഡിയോയും അതായിരുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഒത്തിരി പേര് എനിക്ക് ഇൻസ്റ്റയിലും DM ആയിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ട് റേറ്റിലുള്ള ഏതെങ്കിലും HP ടോയ്സിൻ്റെ RC ക്രോളറുകൾ ഇനി അവൈലബിൾ ആണോ. അപ്പോൾ ഞാൻ ഒത്തിരി അങ്ങനെ സെർച്ച് ചെയ്തതിന് ശേഷം കണ്ടെത്തിയ ഒരു ക്രൗളറാണിത് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, ഈ HP ടോയ്സിൻ്റെ തന്നെ ZP1005 എന്ന ഒരു ഡിഫൻഡർ മോഡൽ ക്രൗളറാണ്. ഞാനത് യൂട്യൂബിൽ ഒത്തിരി സെർച്ച് ചെയ്ത് നോക്കി, മലയാളത്തിൽ അതിൽ ആരെങ്കിലും അൺബോക്സ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അതിനെ റിവ്യൂ ചെയ്തിട്ടുണ്ടോ എന്ന്. പക്ഷെ ഞാൻ ഇതുവരെ കണ്ടില്ല. ഇനി ആരെങ്കിലും ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇൻബോക്സിലൊന്ന് പിൻ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ടൈം ഇൻ മലയാളം ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു HP ടോയ്സിൻ്റെ ZP1005 മോഡൽ എന്ന ഈ വലിയ ജീപ്പ് മോഡൽ RC ക്രൗളറാണിത്. സോ വെൽക്കം ടു മൈ ചാനൽ. യു ആർ വാച്ചിങ് RC മല്ലു. ആസ് യൂഷ്വൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇത് തുറക്കുന്നതിനേക്കാൾ മുമ്പ് ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് നമുക്ക് ഒന്ന് നോക്കാം. ഇതിൻ്റെ ഒപ്പം ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് 2.4 GHz ഒരു റേഡിയോ കൺട്രോളറാണ്. അപ്പോൾ ആദ്യമേ പറഞ്ഞ പോലെ 1:10 സ്കെയിലുള്ള ഒരു വലിയ ഒരു ക്രൗളർ തന്നെയാണ്. 4 വീൽ ഡ്രൈവ്, അതേപോലെ റെഡി ടു റൺ ആണ്. ബാറ്ററി ഇൻക്ലൂഡഡ് ആണ്. ഈവൻ നമ്മുടെ റിമോട്ടിലുള്ള ബാറ്ററി വരെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതൊരു ടോയ് ഗ്രേഡഡ് അല്ലെങ്കിൽ ഒരു ഹോബി ഗ്രേഡഡ് എന്ന് നമുക്കിത് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും ഒരു ബിഗിനറായിട്ടുള്ള ഒരു ഹോബി ഗ്രേഡഡ് ഒരു RC തന്നെയാണിത്. പിന്നെ ഇതിൻ്റെ എല്ലാ ബെയറിങ്സും ബോൾ ബെയറിങ്സ് ആണ്. അതുപോലെ തന്നെ കമ്പനി അവകാശപ്പെടുന്നത് IPX4 സ്പ്ലാഷ് പ്രൂഫാണ്, വാട്ടർ റെസിസ്റ്റൻ്റ് ആണെന്ന് പറയുന്നു. പിന്നെ ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ടയേഴ്സും ഉണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമുക്കിതൊരു ഡിഫൻഡർ മോഡൽ എന്ന് പറയാം എങ്കിലും അതിനേക്കാളും കൂടുതൽ മാച്ച് ആവുന്നത് ഇത് ക്യാമൽ ട്രോഫിയുടെ ആ സെയിം കളറും സെയിം തന്നെ അതേ എക്സ്റ്റേണൽ ബോഡിയും എല്ലാം സെയിം ക്യാമൽ ട്രോഫി ഡിഫൻഡറിൻ്റെ അത് തന്നെയാണ്. ഈ നമുക്ക് ഇൻറ്റേർണൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻ എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം ഇത് ബഡ്ജറ്റ് അതും ഇതോട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. അതിൻ്റെ 1/3 ബഡ്ജറ്റാണ് ഇതിൽ വരുന്നുള്ളൂ. ഇതിൻ്റെ റേറ്റ് എത്രയെന്ന് ഞാൻ ലാസ്റ്റ് പറയാം. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ മെയിൻ കീ ഫീച്ചേഴ്സ്. അപ്പം നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ആദ്യമേ തന്നെ ഇതിൻ്റെ കാറ്റലോഗാണ്. ഭാഗ്യം കാറ്റലോഗ് മൊത്തത്തിൽ ഇംഗ്ലീഷിലാണ്, വേറെ ഭാഷകളൊന്നുമില്ല. കോമൺ ആയിട്ട് ഒറ്റ ഭാഷയേ ഉള്ളൂ. ഇതിൻ്റെ ഫുൾ ആക്സസറീസിൻ്റെയും അതുപോലെ ഫുൾ പാർട്സിൻ്റെ ഒക്കെ ത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈവൻ സ്ക്രൂവിൻ്റെ സൈസ്, സ്ക്രൂവിൻ്റെ നെയിം, അതിൻ്റെ സീരിയൽ നമ്പർ എല്ലാം ഇതിലുണ്ട്. നമുക്കിത് ഡിസ്മാൻഡിൽ ചെയ്യാനുള്ള ഫുൾ ഡയഗ്രമാറ്റിക് ആയിട്ടെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും റിപ്പയർ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നോക്കി നമുക്ക് കംപ്ലീറ്റ്ലി ചെയ്യാം. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫുള്ളി ഇംഗ്ലീഷിൽ കാണുന്ന ഒരു കാറ്റലോഗ്. എന്തായാലും കൊള്ളാം. അടുത്ത് നമ്മുടെ റിമോട്ടാണ്. ഒരു ഹോബി ഗ്രേഡഡ് റിമോട്ട് നമുക്ക് പറയാൻ പറ്റില്ല. നോർമലി ആയിട്ടുള്ളൊരു റിമോട്ടാണ് ഇതിലുള്ളത്. നമുക്ക് എക്സ്റ്റേണലായിട്ട് വേറെ ഒന്നും തന്നെ ഇല്ല. എന്തായാലും നമുക്ക് ലേറ്റർ ചെക്ക് ചെയ്യാം. ഇതൊരു ഹോബി ഗ്രേഡഡ് അല്ല, ഇതൊരു സാധാ നോർമൽ ഒരു ടോയ് കാറിൻ്റെ റിമോട്ട് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്കെന്തായാലും ഇതൊന്ന് എടുത്ത് നോക്കാം. പിന്നെ ഇതിലുള്ളത് ബാറ്ററിയാണ്. ചാർജർ, ബാറ്ററി 7.4ൻ്റെ 1500 mAh വരുന്ന ബാറ്ററിയാണ്.
പിന്നെ കുറച്ച് ക്ലിപ്സ് ഉണ്ട്, ബോഡി ക്ലിപ്സ് ഉണ്ട്. അതാണ് ഇതിൻ്റെ ഉള്ളിൽ ഉള്ളത്. നമുക്ക് നമ്മുടെ വണ്ടി ഒന്ന് പുറത്തോട്ടെടുക്കാം. നമ്മുടെ ആവേശം സിനിമയിൽ ഫാസ് പറയണ ഏട്ടാ മോനെ, ഇതാണ് നമ്മുടെ പുതിയ ക്യാമൽ ട്രോഫി മോഡലായിട്ടുള്ള ക്ലൈംബിംഗ് അല്ലെങ്കിൽ RC ക്രൗളർ. അത്യാവശ്യം നല്ല ഹാർഡായിട്ടുള്ള ബോഡിയാണ്. കേസിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. എങ്ങനെയുണ്ട് ലുക്ക് വൈസിൽ? ഒരു രക്ഷയില്ല. നമുക്കത് ഇത് ക്യാമൽ ട്രോഫിയുടെ ആണോ ഡിഫൻഡർ ആണോ അതോ ഇത് വേറെ ഏതെങ്കിലും ഡിഫൻഡർ ആണോ എന്ന് ഒറ്റ തോട്ടത്തിൽ മനസ്സിലാവില്ല. സെയിം സൈസുമാണ്. പക്ഷേ ബാക്കി അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അവിടുത്തെ 2 ക്ലിപ്പ് ഞാൻ ഓൾറെഡി ഊരിയിട്ടുണ്ട്. അതുപോലെ ഈ സൈഡിൽ 2 ക്ലിപ്പ് ഓൾറെഡി ഊരാം. 4 ക്ലിപ്പുകളുണ്ട്. ഇതെനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. ഇങ്ങനത്തെ ക്ലിപ്പ് വൈസ് ഉള്ള കാര്യങ്ങൾ എനിക്ക് അത്ര താല്പര്യമില്ല. നമ്മുടെ പഴയ വണ്ടിക്ക് അത് മറ്റേ മാഗ്നറ്റിക്കായിട്ട് അറ്റാച്ച് ചെയ്യുന്നതായിരുന്നു. ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, അതുപോലെ ബാക്കിലും 2 ക്ലിപ്പുണ്ട്. ഈ 2 ക്ലിപ്പ് ഞാൻ ഊരി. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതാണ് നമ്മുടെ വണ്ടിയുടെ അകവശം. ഇപ്പം ഇതാണ് നമ്മുടെ ജീപ്പിൻ്റെ അകവശം. ഇത് 540 കാറ്റഗറിയിൽ വരുന്ന മോട്ടറാണ്. ഇതിന് കരുത്ത് വരുന്നത്. പിന്നെ നമുക്ക് ESCയും അതുപോലെ തന്നെ റിമോട്ടിൻ്റെ കൺട്രോളും മൊത്തം ഒറ്റ ബോർഡായിട്ട് ഒരു ബോക്സിലായിട്ട് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തേക്കാണ്. അതേപോലെ സ്റ്റിയറിങ്ങിൻ്റെ സെർവോ ഇതാണ്. അത്ര വലിയ ക്വാളിറ്റി ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഒരു ഡിജിറ്റൽ സാധാ ഒരു സെർവോ പോലെയാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ അതേപോലെ ഇത് ഇത്രയും നമുക്ക് ഒത്തിരി മാക്സിമം നമുക്കങ്ങനെ അങ്ങോട്ട് തിരിയുന്നില്ല. അതിന് മുമ്പ് ഇവിടെ ടച്ച് ആവുന്നില്ല. ഇത്രയാണ് നമുക്കുള്ളൂ. നമ്മുടെ മറ്റേ റാംഗ്ലറിൻ്റെ മോഡലായിട്ട് നമുക്ക് കൂടുതൽ നമുക്ക് അങ്ങനെ ടേൺ ചെയ്യാൻ പറ്റില്ല. അതിന് കുറവാണ്. അതേപോലെ ഇതിൻ്റെ സസ്പെൻഷൻ നല്ല ഹാർഡാണ്. കമ്പയർ ടു നമ്മുടെ മറ്റ് ജീപ്പൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല ഹാർഡാണ്. അത്രയും വലിയ സ്പ്രിങ്ങിൻ്റെ ആവശ്യമില്ല. കാരണം ഓൾറെഡി ബോഡിക്ക് അത്ര വെയിറ്റ് ഇല്ല. മെറ്റാലിക്കായിട്ടൊന്നുമില്ല. ഇതെല്ലാം ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് യൂസ് ചെയ്തത്. എന്നാൽ ഇതിൻ്റെ ഡ്രൈവ് ഷാഫ്റ്റ് മെറ്റലാണ്. ബാക്കി ലിങ്ക് റോഡ്സ് എല്ലാം ഹാർഡ് പ്ലാസ്റ്റിക്സ് തന്നെയാണ്. ടയറൊക്കെ നല്ല സ്മൂത്താണ്. അത്യാവശ്യം ഗ്രിപ്പൊക്കെ ഉള്ള ടയറാണ്. ഇതാണ് ഇതിൻ്റെ ഉൾവശം. നമുക്ക് ബാറ്ററി ഇതിലോട്ട് അറ്റാച്ച് ചെയ്യാം. ബാറ്ററി കേസിങ് കൂടെ ഉണ്ട്. ഇത് തുറന്ന് ബാറ്ററി വെച്ച് ടൈറ്റാണ്. നമ്മളങ്ങനെ ബാറ്ററി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് ഇവിടെയാണ്. ഈ കാണുന്നതാണ് ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച്. ഇതുമ്പോൾ ഒന്ന് ഞെക്കി പിടിച്ചാൽ ഇതൊന്ന് ഓണാവും. ഓണായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഇതിൻ്റെ ക്ലിപ്സൊക്കെ ഒന്ന് ഇടാം. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഈ
ഇതുപോലുള്ള ഈ ക്ലിപ്പ് മോഡലായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് ഇച്ചിരി പാടാണ് ഇടാനും. ഏത് നേരം അത് തുറക്കാനും നമ്മളത് ഓണാക്കാനും ഓഫാക്കാനൊക്കെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പനി ഇങ്ങനെ തരുമ്പോൾ നമ്മൾ ഇത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. എന്നാൽ നമ്മുടെ പഴയ ജീപ്പ് റാംഗ്ലറിന് നല്ല മെറ്റാലിക് ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻ്റാണ്. സോ അതുകൊണ്ട് അത് ഭയങ്കര ഈസിയാണ് നമുക്ക് പെട്ടെന്ന് തുറക്കാനും അടയ്ക്കാനൊക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ റിമോട്ട് ഒന്ന് നോക്കാം. ഇതിൻ്റെ ബാറ്ററിയും ഇതിനോടൊപ്പം ഇൻക്ലൂഡഡ് ആയിരുന്നു. 1.5-ൻ്റെ AA ബാറ്ററി 4 എണ്ണം. റിമോട്ടിൻ്റെ ഓൺ സ്വിച്ച്. ഓക്കെ, വണ്ടി പെയറായിട്ടുണ്ട്. ഇത് സ്റ്റിയറിംഗ്, അതുപോലെ ഇത് ത്രോട്ടിൽ, പിന്നെ ഇത് ലൈറ്റിൻ്റെ സ്വിച്ചാണ്. ലൈറ്റൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അതേപോലെ ത്രോട്ടിൽ ട്രിം ഉണ്ട്. ഇതൊരു ക്രൂസ് കൺട്രോൾ മുതലാണ്. നമ്മളിപ്പോൾ ഇത് തിരിക്കുന്നതനുസരിച്ച് വണ്ടി ബാക്കോട്ടും ഫ്രണ്ടോട്ടും നമുക്ക് ആക്സിലറേഷൻ കൊടുക്കാണ്ട് തന്നെ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ഇതൊരു ക്രൂസ് കൺട്രോൾ ഫീച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് സ്റ്റിയറിംഗ് നമ്മൾ ബാലൻസ് ചെയ്യാനുള്ള സ്റ്റിയറിംഗ് ട്രിം. പിന്നെ ഇത് നമുക്ക് സ്റ്റിയറിംഗ് റിവേഴ്സും നോർമലുമായിട്ട് മാറ്റാനുള്ള ഇതാണ്. നമുക്ക് ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊന്ന് നോക്കാം. നമ്മളിതിൽ ബാറ്ററി ഇട്ടിട്ടുണ്ട്. നമുക്കിതിൻ്റെ ലൈറ്റും കാര്യങ്ങളും നോക്കാം. ഈ ലൈറ്റിൻ്റെ സ്വിച്ച് ഇതാണ്. ഒരു പ്രസ് ചെയ്യുമ്പോൾ ലൈറ്റ് ഓഫായി. അടുത്ത പ്രസ്സിന് ഇതിൻ്റെ ബ്രൈറ്റ് ലൈറ്റ്, അതായത് LED ലൈറ്റ് വീണ്ടും ഞെക്കുമ്പോൾ നമുക്കൊരു ബ്ലൂയിഷ് ആയിട്ടുള്ളൊരു ലൈറ്റ്. ഒന്നും കൂടി നമുക്കൊന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ബ്ലിങ്കിങ് ആയിട്ടുള്ളൊരു ലൈറ്റാണ്. ഇതുപോലെ ബ്ലിങ്ക് ചെയ്യും. പിന്നെ ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഈ ലൈറ്റ് ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ബാക്കിലെയും ലൈറ്റ് ഓണാണ്. റിവേഴ്സ് വരുമ്പോൾ ലൈറ്റ് റിവേഴ്സ് ലൈറ്റോ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ലൈറ്റോ ഒന്നുമില്ല, നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് അവിടെ വയറിങ് ചെയ്യാനുള്ള സ്പേസും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ ക്രൗളർ. നമുക്കിതിൻ്റെ ഔട്ട്ഡോർ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇനി ഇതിൻ്റെ എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരിക്കും ഇതിൻ്റെ പ്രൈസ് എത്രയാണ്. അപ്പോൾ നമുക്കൊരു ഏകദേശ പ്രൈസ് ഞാൻ പറയാം. നമുക്ക് ഒരു 15,000-ന് താഴെ മാത്രം വില വരുന്ന ഒരു RC ക്രൗളറാണിത്. ബിഗിനേഴ്സിന് ഇതൊരു നല്ലൊരു ക്രൗളറാണ്. കാരണം നമുക്ക് അത്യാവശ്യം നല്ലൊരു സൈസ് ഉണ്ട്. നമുക്കിതിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അറിയാം, അത്യാവശ്യം നല്ലൊരു സൈസ് ഉണ്ട്. ഹെവിയാണ്. പിന്നെ നമ്മൾ FMS അല്ലെങ്കിൽ ട്രാക്സാസ് പോലെ വെച്ച് നോക്കുമ്പോൾ അതിനുള്ളൊരു ഫീച്ചേഴ്സോ അതിൻ്റേതായ കാര്യങ്ങളൊന്നുമില്ല. ഹാർഡായിട്ടുള്ള ഒരു സസ്പെൻഷനാണ്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ക്ലൈംബിംഗ് ഫീച്ചേഴ്സൊക്കെ ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നു. ആർട്ടിക്കുലേഷൻ അത്യാവശ്യമുണ്ട്. ബോഡിക്ക് വെയിറ്റ് കുറവായതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. ഇതിൻ്റെ ബോഡി വയ്ക്കാണ്ട് നമ്മൾ ഇതുപോലെ പൊക്കി നോക്കുമ്പോൾ ഉള്ള അത്രയും ആർട്ടിക്കുലേഷൻ ഇല്ല. ഈ ബോഡിയുടെ വെയിറ്റും കൂടി വന്നപ്പോഴാണ് ഇത്രയും ഒരു മാക്സിമം ഒരു ആർട്ടിക്കുലേഷൻ നമുക്കിപ്പോൾ കിട്ടുന്നത്. പിന്നെ ഇതാദ്യമേ പറഞ്ഞതുപോലെ ഇതിൽ വേറെ ഓൺ സ്റ്റോക്കായിട്ട് വേറെ ഫീച്ചേഴ്സോ അല്ലെങ്കിൽ വേറെ ലൈറ്റുകളൊന്നും ഇനിയും ഇല്ല. ഈ ആകെ ഈ ഫ്രണ്ടിലെ ലൈറ്റും ബാക്കിലെ ലൈറ്റും മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് 4-wheel ഡ്രൈവ് ആണ്. ഓൾ ടൈം ഡിഫറൻഷ്യൽ ലോക്ക്ഡ് ആയിട്ടുള്ള മോഡലാണ്. അതെ, ഡിഫറൻഷ്യൽ ലോക്ക് എല്ലാ ഓൾ വീലും ഓൾ ടൈം ഡിഫറൻഷ്യൽ ലോക്ക് ഓണാണ്. വേറെ നമുക്ക് മാനുവലി നമുക്ക് ഡിഫറൻഷ്യൽ ലോക്ക് ഓഫ് ചെയ്യാനോ ഓൺ ആക്കാനോ അതിനുള്ള ഇതില്ല. ഡിക്ക് ലോക്സ് ഇല്ല. അതേപോലെ ഹൈ ഗിയറോ ലോ ഗിയറോ ഇല്ല. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ ക്രൂസ് കൺട്രോൾ ഫീച്ചർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ത്രോട്ടിൽ ട്രിമിൻ്റെ ഈ സ്വിച്ച് ഇത് നമ്മളൊന്ന് ടേൺ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ വണ്ടി ഓഫാണ്. നമുക്ക് കൈയിട്ട് ഇടാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക്. വണ്ടി നമ്മൾ യൂസ് ചെയ്യാണ്ടിട്ട് ഓഫായി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഈ ബോഡി ആദ്യമേ തുറന്ന് ഇടണം. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ ക്ലിപ്സ് ഉള്ള മോഡൽ പൊതുവേ നമുക്ക് യൂസർ ഫ്രണ്ട്ലിയല്ല എന്ന്. അതിൻ്റെ
ഞാനിപ്പോൾ ഇതിൻ്റെ ക്ലിപ്സ് ഇടുന്നില്ല. അപ്പോൾ അത്യാവശ്യം നല്ല പവറുണ്ട്. കമ്പനി അവകാശപ്പെടുന്നത് 15 km/h സ്പീഡ് ഉണ്ടെന്നാണ്. റിവേഴ്സ്, ഫ്രണ്ട്. ഇത് ഹൈ ഗിയറോ ലോ ഗിയറോ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് റോഡിൽ ഹാൻഡിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പയ്യെ ക്രൗളിങ് ഫീച്ചറായി നമുക്ക് ക്രൗളിങ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഹില്ല് ക്ലൈംബ് ചെയ്യുമ്പോൾ നമ്മൾ ത്രോട്ടിൽ നമ്മുടെ ഹാൻഡിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കേണ്ടതായിട്ടൊരു പ്രശ്നമുണ്ട്. എന്നിരുന്നാലും കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ ക്രൂസ് കൺട്രോൾ സംവിധാനം എന്ന് പറയുന്നത്, ക്രൂസ് കൺട്രോൾ സംവിധാനം എന്ന് പറയാൻ പറ്റില്ല, ഇത് ശരിക്കും എൻ്റെ ത്രോട്ടിൽ ട്രിമ്മറാണ്, അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്കിത് പയ്യെ മുന്നോട്ട് ഈ സൈഡിലോട്ട് റൈറ്റിലോട്ട് ക്ലോക്ക് വൈസിൽ നമ്മളൊന്ന് ടേൺ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ത്രോട്ടിൽ കൊടുക്കണ്ട, ഓട്ടോമാറ്റിക് തന്നെ. പിന്നെ നമ്മൾ സ്റ്റിയറിങ് വളയ്ക്കുകയും ഇത് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് ക്ലൈംബ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടാണെങ്കിൽ ഇതിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇനി അതുപോലെ അത് ആൻറ്റി ക്ലോക്ക് വൈസിലോട്ട് പയ്യെ തിരിച്ച് കൊണ്ടുവരുവാണെങ്കിൽ ബാക്ക് സൈഡിലോട്ടും റിവേഴ്സും അതേപോലെ തന്നെ. നമ്മളിത് ഫുള്ളായിട്ട് തിരിച്ച് വയ്ക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് അതിൻ്റെ മാക്സിമം സ്പീഡിൽ പോകും. അതേപോലെ ക്ലോക്ക് വൈസിൽ നമ്മളത് ഈ സൈഡിലോട്ട് തിരിച്ച് വയ്ക്കുകയാണെങ്കിൽ ഫ്രണ്ടോട്ട് ഫോർവേഡായിട്ടും പോകും. ഇനി ഇതിൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ബ്രേക്ക്. നമ്മളിങ്ങനെ ഫ്രണ്ടോട്ട് പോയിട്ട് പെട്ടെന്ന് നമ്മൾ ബാക്കിൽ പിടിച്ചു കഴിഞ്ഞാൽ ബ്രേക്കാണ്, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊരു നല്ലൊരു ഫീച്ചറാണ്. അതുപോലെ റിവേഴ്സ് പോയോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഫ്രണ്ടോട്ട് പിടിച്ചാൽ ബ്രേക്കാണ്. പക്ഷേ അതിൻ്റെ കൂടുതൽ അത് ഭംഗിയായിട്ട് തോന്നുന്നത് ഫോർവേഡ് പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുന്നതാണ്. കാരണം അന്നേരം റിമോട്ട് നമ്മൾ ബാക്കോട്ട് വെച്ചാൽ പെട്ടെന്ന് വെച്ചാൽ പിന്നെ ബാക്കോട്ട് പോകില്ല. വീണ്ടും കൈ വിട്ടതിന് ശേഷം ബാക്കോട്ട് പിടിച്ചാൽ മാത്രമേ റിവേഴ്സ് പോകുള്ളൂ. അപ്പോൾ അത് ബ്രേക്കിംഗ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു ഫീച്ചറാണത്. ഉണ്ടോ, നമ്മൾ ഒറ്റ പിടുത്തങ്ങ് പിടിക്കാം, ബാക്കോട്ട് വണ്ടി പോകില്ല. വിട്ടിട്ട് വീണ്ടും പിടിച്ചാൽ മാത്രമാണ് വണ്ടി ബാക്കോട്ട് പോകുന്നത്. അത് നല്ലൊരു കാര്യമാണ് ബ്രേക്കിങ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ബേസിക്കായിട്ട് നമ്മുടെ ഈ ഡിഫൻഡറെ പറ്റിയുള്ള വിവരങ്ങൾ. നമുക്കിനി ഇത് ഔട്ട്ഡോർ ചെക്ക് ചെയ്യാം, അതുപോലെ ഇൻഡോറും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. വീഡിയോ ഞാൻ ഇതിനോടൊപ്പം ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അപ്പോൾ കൂടുതൽ കൂട്ടുകാരിലോട്ട് ഷെയർ ചെയ്യുക. തുടർന്നും ഞങ്ങളുടെ വീഡിയോകൾ കാണാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് RC Mallu. ബൈ.